ഹലോ, കേൾക്കുന്നുണ്ടോ? ചേട്ടാ കേൾക്കാം കേൾക്കാം. കേൾക്കാലോ അല്ലേ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മളുടെ പ്രോഗ്രാം നമുക്ക് ഒരു 2:10 ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. അതുവരെ ഇപ്പൊ കേറിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അങ്ങ് തുടങ്ങാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റെജിൽ എന്നാണ്. കാക്കൂർ സ്വദേശിയാണ്. ഈ ബിസിനസ് വളരെ ശക്തമായും ഫുൾ ടൈം ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപെക്സ് ബിസിനസ് വളരെ യാദൃച്ഛികമായാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നിലേക്ക് എത്തുന്നത്. അജിത് അജിത് ലാൽ അദ്ദേഹമാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശക്തമായിട്ട് ഒരു 3 മാസത്തോളായിട്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ടൈമും കൂടെ വേണം. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാം. കാരണം എല്ലാ ആളുകളും എത്തിയതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ബിസിനസ് അവസരം കിട്ടിയ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം നല്ല ഒരു ടൈമിലാണ് നമുക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ക്രിപ്റ്റോ ബിസിനസ്സിൽ തന്നെ ക്രിപ്റ്റോ പ്രോജക്റ്റിൽ ഒരു ജെന്യൂൻ പ്രൊജക്റ്റ് ആയിട്ട് അപെക്സ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കമ്പനി പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും അവര് കമ്പനിയുടെ ബാക്ക് എൻഡ് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം അതിലൊക്കെ നമ്മൾ ലെക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തുടക്ക സമയത്ത് നമ്മളിലേക്ക് കിട്ടിയത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഓരോരുത്തരുടെയും ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. എന്തായിരുന്നാലും ഇനി നമ്മളുടെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഷെയർ ചെയ്യുന്നത് അരുൺ ഭായ് ആണ്. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലും അതുപോലെ തന്നെ ക്രിപ്റ്റോ പ്രൊജക്റ്റിലും വളരെ ശക്തമായി അല്ലെങ്കിൽ വളരെ ആഴത്തിൽ അറിവുള്ള വ്യക്തിയാണ് അരുൺ സത്യൻ. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഈ ബിസിനസ് അവസരം വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. എന്ത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ ഇതുവരെ വന്നിരിക്കുന്ന പ്രോജക്റ്റുകളായിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലുള്ള ഈ ഓപ്പർച്യൂണിറ്റി, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ക്രിപ്റ്റോ മേഖലയിൽ എനിക്ക് യാതൊരു നോളജും ഇല്ല. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ബിസിനസ്സും ഏറ്റെടുത്ത് ചെയ്തിട്ടുമില്ല. കാരണം ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് പല സ്കാമിങ്ങുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പലരും എൻ്റെ അടുത്താണ് പല കമ്പനികളുടെയും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. കാരണം പലരും മണി റൊട്ടേഷൻ മോഡലിൽ കൊണ്ടുവരികയും ഒരുപാട് ഫണ്ടുകൾ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറ്, വളരെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ ബിസിനസ്സിലേക്ക് വരാവുള്ളൂ എന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിരിക്കുന്ന ആളുകളോടൊക്കെ തിരിച്ച് അപെക്സിന്റെ ഓപ്പണിംഗ് വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്തെല്ലാം തിരിച്ചു പറഞ്ഞു, ഒരു ജെന്യൂൻ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. കാരണം ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിൻ ആണ്. അതുപോലെ തന്നെ ഇത് ഒരു മണി റൊട്ടേഷന് വേണ്ടിയോ അങ്ങനെ യാതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന കമ്പനിയല്ല. ശരിക്കും ഒരു കോയിൻ ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണോ അതിന്റെ ബാക്ക് എൻഡ് വളരെ സ്ട്രോങ് ആക്കിയതിന് ശേഷമാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ആളാണ് അരുൺ സത്യൻ. അദ്ദേഹത്തിന് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ. താങ്ക് യു റജിൽ സർ. എന്റെ പേര് പരിചയപ്പെടുത്തി, അരുൺ എന്നാണ്, കോഴിക്കോടാണ് സ്വദേശം. ഞാൻ ജസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് മഞ്ചേരി വന്നതായിരുന്നു. ചെറിയൊരു വണ്ടി, ചെറിയൊരു പഞ്ചർ കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഓൾറെഡി വർക്ക് അവിടെ നടന്നു നിൽക്കുന്നതുകൊണ്ടാണ് പുറത്തുനിന്നാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്.
വണ്ടിയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്. വർക്ക്ഷോപ്പിലായതുകൊണ്ട് തന്നെ പുറത്തുനിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. അതോടൊപ്പം തന്നെ ഇത് ഈ ബിസിനസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ റജിൽ സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്രിപ്റ്റോ എന്നുള്ള ഒരു മേഖല ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് വളരെ സുപരിചിതമല്ലാത്ത ഒരു മേഖലയായിരിക്കും. ഒരുപക്ഷെ ഞാനും വളരെ കുറച്ച് കാലഘട്ടമായിട്ടുള്ള ഈ ഒരു മേഖലയെ കുറിച്ച് അറിഞ്ഞു വരുന്നുള്ളൂ. അതും ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ ചെയ്തു വരുന്ന സമയത്താണ് ഈ മേഖലയെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. എനിവേ, ഈ ഒരു പ്രോജക്റ്റ് അപെക്സ് ടോക്കൺ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യും. അതെ അതെ, ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് അപെക്സ് ടോക്കൺ. നമുക്കറിയാം ഏതൊരു ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണെങ്കിലും അതിന്റെ യൂട്ടിലിറ്റി ഉറപ്പാക്കുന്നത് അത് ആ കോയിൻ ഏതോളം പ്രോജക്റ്റുകളിൽ ഇൻവോൾവ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത് ഈ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള അപെക്സ് ടോക്കൺ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ആണ്. അത് NFT മാർക്കറ്റ് പ്ലേസ്, ICO ലോഞ്ച് പാഡ്, ടോക്കൺ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്കറിയാം പല ആളുകളെ സംബന്ധിച്ചും ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് പുതുതായിട്ട് കേൾക്കുന്ന ആളുകളാണ്. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പല ആളുകളെ സംബന്ധിച്ചും ക്രിപ്റ്റോ മേഖലയെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോം ഓഫ് കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. ഈ കറൻസിയുടെ പ്രത്യേകത നമുക്കറിയാം, മറ്റ് ഏതൊരു കറൻസിയും ഇന്ന് ഓരോ രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇന്ത്യൻ റുപ്പി ഇന്ത്യയുടെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ US ഡോളർ അമേരിക്കൻ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, USA ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ GBP ആണെങ്കിലും ഇങ്ങനെ ഏതൊരു കറൻസി ആണെങ്കിലും ആ രാജ്യത്തിന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെയും ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഫോം കറൻസി ഇപ്പൊ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഒരു കറൻസി വിദേശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ മണി ട്രാൻസ്ഫറിൽ പോയിട്ട് അത് അങ്ങോട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ കറൻസി ആയിട്ട് മാറ്റണം. പക്ഷെ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞത് ഏതൊരു രാജ്യത്തും നമ്മുടെ കയ്യിലൊരു ക്രിപ്റ്റോ വാലറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ആ കറൻസി ഏതൊരു രാജ്യത്തും അതേപോലെ തന്നെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കറൻസിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് എവല്യൂഷൻ ഓഫ് മണിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പണ്ടുണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് പിന്നീട് മെറ്റൽസ് കറൻസി ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കാണുന്ന കറൻസീസ് ഒക്കെ ഫോം ചെയ്ത ഒരു എവല്യൂഷൻ ഓഫ് മണിയാണ് അവിടെ കാണിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും പുതിയ ഫോം ഓഫ് കറൻസിയാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ക്രിപ്റ്റോ കറൻസി ഫ്യൂച്ചർ ഓഫ് മണി എന്നറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇനി ലോകം മുഴുവൻ ക്രിപ്റ്റോയിലേക്ക് മാറുമെന്ന് പറയാൻ കാരണം, ഇന്ന് നമുക്കറിയാം ക്രിപ്റ്റോ എന്ന് പറഞ്ഞത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. പേപ്പർ ഫ്രീ ആയിട്ട് 0 ട്രാൻസാക്ഷൻ ഫീല് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു രാജ്യത്തും ഈ ഒരു കറൻസി ഒരേപോലെ തന്നെയാണ്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് ക്രിപ്റ്റോ വാലറ്റിൽ എന്റെ കയ്യിൽ ഒരു ബിറ്റ്കോയിനോ എത്തേറിയോ അല്ലെങ്കിൽ ഏത് സൊലാനോ ഏതെങ്കിലും ഒരു കറൻസി എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ കോയിൻ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഏത് രാജ്യത്തും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്, നമുക്ക് ഇതിനൊരു അതോറിറ്റി ഇല്ല. ഇപ്പൊ നമുക്കറിയാം ഏതൊരു രാജ്യത്തും ഒരു കറൻസി പ്രിന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ റിസർവ് ബാങ്ക് വേണം, ഒരുപാട് ബാങ്കുകൾ, അത്തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്തിട്ടാണ് ആ കറൻസിയുടെ വിനിമയം നടക്കുന്നതെങ്കിൽ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യവും നടക്കാത്തതുകൊണ്ട് തന്നെ വളരെ ചെറിയ ട്രാൻസാക്ഷൻ ഫീല് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അതിന്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, ഹൈ ആക്യുറസി ഉണ്ട്, സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. ഇനി എന്തുകൊണ്ടാണ് വേൾഡ് ഇതിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തു വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആയിട്ട് ക്രിപ്റ്റോയെ കാണാനുള്ള റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് 2010 ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയത്തിന്റെ ഒരു മെറ്റലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2010 20,000 രൂപയായിരുന്നു അതിന്റെ വാല്യൂ എങ്കിൽ ഇത് 2024 67,000 രൂപ, അത് 10 ഗ്രാമിനാണ് പറയുന്നത്, 67,000 രൂപ
ഇപ്പൊ നമുക്ക് റീസെന്റ് നമുക്കറിയാം വീണ്ടും ഗ്രോത്ത് വന്നു, 70ന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ 10 ഗ്രാം ഗോൾഡിന് 70,000 മുകളിലേക്കാണ് ഗ്രോത്ത് ഉള്ളെങ്കിൽ അത് നമ്മൾ വലിയൊരു ഗ്രോത്ത് ആയിട്ട് കാണുമ്പോൾ, പക്ഷെ ഈവൻ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ക്രിപ്റ്റോ മേഖലയിൽ 2010 ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് കോയിനെ സംബന്ധിച്ച് $0.003 ആയിരുന്നു അതിന്റെ ആ സമയത്തുള്ള വാല്യൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0.003 ഇന്നത്തെ ഡോളർ റേറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും 27 പൈസ ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ ഇന്ന് 2024 അതിന്റെ പ്രൈസ് ഇപ്പോ റീസെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ $65,000 മാറിക്കഴിഞ്ഞു. ഏകദേശം ഒരു 62 ലക്ഷം രൂപയിലേക്ക് എന്ത് ചെയ്തു ബിറ്റ് കോയിൻ വാല്യൂ മാറി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു 27 പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഇന്ന് 62 ലക്ഷം രൂപ കിട്ടുക എന്ന് പറയാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം എത്രത്തോളം വർധനവാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ഒരു കറൻസി മാത്രമല്ല, ബിറ്റ് കോയിൻ മാത്രമല്ല, അതിനുശേഷം എത്തേറിയം വന്നു, സൊലാന വന്നു, ഇങ്ങനെ ഒരുപാട് കറൻസി, ഡോജ് കോയിൻ, ഇങ്ങനെ തുടങ്ങി നമുക്ക് നിരവധി കറൻസികൾ അല്ലെങ്കിൽ കോയിൻസ് ഈ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്നത് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതല്ലെങ്കിൽ വലിയൊരു ഹൈ റിട്ടേൺസ് കിട്ടാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ക്രിപ്റ്റോ മേഖലയാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ക്രിപ്റ്റോ മേഖലയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മറ്റ് ഏരിയ ഒരു ലിമിറ്റഡ് സപ്ലൈ ആയിരിക്കും എപ്പോഴും. ഇപ്പൊ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ 21 മില്യൺ എന്ന് പറഞ്ഞാൽ മില്യൺ സപ്ലൈ ആണ്. അപ്പൊ നമുക്കറിയാം ഗോൾഡ് എന്നുള്ള ഒരു മീഡിയം ഒരു പക്ഷെ നാളെ ഒരു അൺനോൺ സോഴ്സ് ആണ്, വേറെ എന്തെങ്കിലും ഒരു വേയിലൂടെ നമുക്ക് ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു വഴിയിൽ അല്ലെങ്കിൽ ഒരു മൈനിങ്ങിലൂടെ കൂടുതൽ ഗോൾഡ് ഉൽപ്പാദിക്കും. ഇതൊക്കെ അതിന്റെ സപ്ലൈ കൂടുകയും അതിന്റെ ഡിമാൻഡ് കുറയുകയും റേറ്റ് കുറയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ലിമിറ്റഡ് സപ്ലൈ ആണ്. അതുകൊണ്ട് തന്നെ അത് സെല്ലിംഗ് ബൈങ് നടക്കുന്നതിനനുസരിച്ച് തന്നെ അതിന്റെ ഒരു ഗ്രോത്ത് കൂടാനാണ് കൂടുതൽ സാധ്യത മറ്റ് ഗോൾഡ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റിന് അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനി ഒരു പക്ഷേ ഈ ഒരു ക്രിപ്റ്റോയെ സംബന്ധിച്ച് ആയിട്ടുള്ള അവയർനെസ് ഇന്ത്യയെ സംബന്ധിച്ച് പല ആളുകൾക്കും അറിയില്ല. കുറെ ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി COVID-19 നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ രീതിയിൽ നമ്മളെയൊക്കെ ആട്ടി ഉലച്ചുള്ള ഒരു ഇതായിരുന്നു, പക്ഷെ ഒരു വിപത്തായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാനിവിടെ കോട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നൊരു ന്യൂസ് ആണ്. ബ്രെറ്റ് ലീ ഡൊണേറ്റ്സ് ബിറ്റ് കോയിൻ ടു ക്രിപ്റ്റോ റിലീഫ് ഫോർ ഇന്ത്യാസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് കോവിഡ്. അതായത് ഇന്ത്യക്ക് ബ്രെറ്റ് ലീ എന്നുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ അന്ന് റിലീഫ് ഫണ്ടായിട്ട് ഡൊണേറ്റ് ചെയ്തത് ഒരു ബിറ്റ് കോയിൻ ആയിരുന്നു. അത് വായിച്ചു നോക്കിയാൽ ബിറ്റ് കോയിന്റെ അന്നത്തെ വാല്യൂ 1 ബിറ്റ് കോയിൻ അപ്രോക്സിമേറ്റ്ലി 40 lakh റുപ്പീസ് ആയിരുന്നു അതിന്റെ വാല്യൂ. അതായത് അന്നേ നമുക്കറിയാം 2019 സമയത്തൊന്നും ചിലപ്പോൾ നമ്മൾ ക്രിപ്റ്റോ എന്ന് ഇന്ന് കേൾക്കുന്ന അത്ര പോലും കേട്ടില്ല. പക്ഷെ അന്ന് വരെ ആ സമയത്ത് പോലും വലിയ വലിയ പ്ലേയേഴ്സ് ഉൾപ്പെടെ ഒരുപക്ഷെ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളോ ബിസിനസ് ഐഡിയാസ് ഉള്ള ആളുകളോ ഒന്നുമല്ല, ക്രിക്കറ്റ് പ്ലേയേഴ്സ് വരെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ക്രിപ്റ്റോയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതുള്ള ഒരു പ്രൂഫാണിത്. അതുപോലെ തന്നെ ബിൽഗേറ്റ്സ് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വേർഡ്സ് ആണിത്, നോബഡി ക്യാൻ സ്റ്റോപ്പ് ബിറ്റ് കോയിൻ. കാരണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആക്കിയുള്ള അവിടെ വായിച്ചാൽ നമുക്കറിയാം, ബിറ്റ് കോയിൻ ഈസ് എക്സൈറ്റ് മീ ബിക്കോസ് ഇറ്റ് ഷോസ് ഹൗ ചീപ്പ് ദ ട്രാൻസാക്ഷൻസ് ക്യാൻ ബി. അത്ര ഈസി ആയിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഈ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ മേഖലയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എലോൺ മസ്കിനെ പോലുള്ള വലിയ ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള എലോൺ മസ്ക് പറയുന്നത് ഇതാണ്, ഐ ഹാവ് ഡിസൈഡ് ടു ഗിവ് ഔട്ട് 4,000 എത്തേറിയം ടു മൈ ഫാൻസ്. അവര് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാൻസിന് അദ്ദേഹം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ മറ്റു ഗിവ് അവേ കൊടുക്കും അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അതൊക്കെ റുപ്പീസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ്, അല്ലെങ്കിൽ ഫോൺ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് അല്ലെ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആയിട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ കുറെ കാലം മുമ്പ് തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ക്രിപ്റ്റോയിലാണ്. ക്രിപ്റ്റോ ആണ് പല ആളുകൾക്ക് എന്ത് ചെയ്യുന്നത് ഫാൻസിന് കൊടുക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പൊ അദ്ദേഹത്തിന്റെ ഫാൻസിന് വരെ നിങ്ങൾ മനസ്സിലാക്കുക ക്രിപ്റ്റോ വാലറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും പോപ്പുലർ ആയി കഴിഞ്ഞു മറ്റു രാജ്യങ്ങളിലൊക്കെ. പക്ഷെ ഇന്നും ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു മേഖല എന്താണെന്ന് അറിയില്ല. അവിടെയാണ് നമുക്ക് അപെക്സ് ടോക്കൺ എന്ന് പറഞ്ഞുള്ള ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. കാരണം ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ കമ്പനി വന്നു അല്ലെങ്കിൽ ബിറ്റ് കോയിൻ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തു, നമുക്ക് വലിയൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ എത്തേറിയം ആണെങ്കിലും XRP ആണെങ്കിലും സൊലാന ആണെങ്കിലും ഡോജ് കോയിൻ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ നിരവധി കോയിൻസ് നമ്മളെ മുമ്പിൽ വലിയ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. ഈവൻ BNB ആണെങ്കിൽ പോലും. പക്ഷെ അവിടെ ഒന്നും നമുക്കൊരു അവസരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് മുമ്പിൽ ഒരു വലിയ അവസരമായിട്ടാണ് അപെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. ഈ ഒരു അപെക്സ് ടോക്കൺ
ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപെക്സ് ടോക്കൺ എന്ന് സെർച്ച് ചെയ്താൽ അപെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ കമ്പനി നമ്പർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ ഇൻകോർപ്പറേഷൻ ലൈസൻസ്, ഇതിന്റെ ഓഫീസ് അഡ്രസ്സ്, ഇതിന്റെ CEO ആരാണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിന്റെ ഫയലിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 30 പേജുള്ള PDF അപെക്സ് ടോക്കണുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഡീറ്റെയിൽസും കാണാൻ പറ്റും. അത്രയും പക്ക പെർഫെക്റ്റ് ആയിട്ട്. അതോടൊപ്പം തന്നെ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി കൂടിയാണ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് കമ്പനികൾ അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ടാറ്റ ഉണ്ട്, ബിർള ഉണ്ട്, റിലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ SBI ബാങ്ക് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അതുപോലെ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി കൂടിയാണ് അപെക്സ് ടോക്കൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കമ്പനിയുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞ ഡീറ്റെയിൽസ് ആണ്. അത് ഓഡിറ്റ് ചെയ്ത അതോറിറ്റി ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഇതിന്റെ ടോക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 15,000 കോടി ടോക്കൺ ആണ് അപെക്സ് ടോക്കൺ ഉള്ളത്, അല്ലെങ്കിൽ 150 ബില്യൺ എന്ന് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു അത് അവൈലബിൾ ആക്കുന്നത് 3 നെറ്റ്വർക്കിലാണ്. അത് BNB നെറ്റ്വർക്കിലുള്ള 3000 കോടി, അല്ലെങ്കിൽ 30 ബില്യൺ, അല്ലെങ്കിൽ ERC നമുക്കറിയാം എതേറിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് 30 ബില്യൺ, ഈവൻ TRC വരുന്നത് 90 ബില്യൺ. ഇങ്ങനെ 3 നെറ്റ്വർക്കിലാണ്. ആ 3 നെറ്റ്വർക്കിന്റെ അഡ്രസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോയിനെ സംബന്ധിച്ച് നമുക്കറിയാം നിരവധി പ്രോജക്റ്റുകൾ, ക്രിപ്റ്റോ മേഖല എന്ന് പറയുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ പല കമ്പനിയെ സംബന്ധിച്ചും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിനോ അല്ലെങ്കിൽ ഒരു വാല്യൂ ഉള്ള കോയിൻ ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിനാണ്. ഇവൻ ട്രസ്റ്റ് വാലറ്റ് നമുക്കറിയാം ഏകദേശം 15,000 ഷെയർ ഹോൾഡേഴ്സും അതോടൊപ്പം 10-16,000 ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രമേ ട്രസ്റ്റ് വാലറ്റിൽ നമുക്ക് ലോഗോ അപ്രൂവ് ചെയ്ത് ലിസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ പല കോയിൻസും ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ചെയ്തെന്ന് പറയുന്ന പല കോയിൻസും അതിന്റെ കോൺടാക്ട് അഡ്രസ് കോപ്പി ചെയ്തിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഒരിക്കലും അതിൽ ലിസ്റ്റ് ചെയ്ത കോയിൻസ് ആയിട്ടില്ല. പക്ഷെ ഇവിടെ ഇതൊരു റിയൽ കോയിൻ, ഓൾറെഡി ട്രസ്റ്റ് വാലറ്റിൽ ലോഗോ അപ്രൂവ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത കോയിനാണ്. അതോടൊപ്പം തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അസ്ബിറ്റ്, അതുപോലെ തന്നെ കോയിൻ ബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ മൂന്നാമത്തെ എക്സ്ചേഞ്ച് ആയിട്ട് നമ്മുടെ ഓൺ എക്സ്ചേഞ്ചിലും ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇനി ഈ ഒരു കോയിനിൽ നമുക്ക് കിട്ടുന്ന അവസരം എന്താണ്? ഇതാണ് നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്. കാരണം നമുക്കറിയാം ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ആ പ്രോഡക്റ്റിന് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കറിയാം നമ്മൾ നോർമലി എന്ത് പ്രോഡക്റ്റ് ആണ്, ഈവൻ ഒരു വിക്സ് മിഠായിയുടെ ഗുളികയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്ലെയർ ആണ്. കാരണം നമുക്കറിയാം വെറും 14 കോടി രൂപ, 1 രൂപ വിലയുള്ള ഒരു മിഠായി മാർക്കറ്റ് ചെയ്യാൻ അവർ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യൻ പോപ്പുലേഷന്റെ 140 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 14 കോടി ജനങ്ങൾ ഈ വിക്സ് വാങ്ങിച്ച പൈസ ആദ്യം മാർക്കറ്റിന് ഇറക്കിയിട്ടാണെങ്കിൽ ആ പ്രോഡക്ട്സ് വിപണിയിൽ ഇറക്കുന്നതെങ്കിൽ അത്രയേറെ പ്രോഡക്റ്റുകൾ, ഓരോ പ്രോഡക്റ്റുകളും മാർക്കറ്റ് ചെയ്യാൻ ചെലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ പ്രോഡക്റ്റുകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കറൻസികൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രഡീഷണലി ആളുകൾ ചെയ്യുന്ന കാര്യം ഒരുപാട് ചാനൽസിൽ പ്രൊമോഷൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചോ, ഇപ്പോൾ ബാരൻ ബഫറ്റ് പോലുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട്, അതുപോലുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനോട് അതിനെക്കുറിച്ച് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ ഇലോൺ മസ്കിനെ പോലുള്ള ആളുകളെ കൊണ്ട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള ആളുകളെ. അപ്പൊ അതൊക്കെ വലിയ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പല കോയിൻസും ഇന്ന് ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നതെങ്കിൽ ഇവിടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേ കാഴ്ചവെച്ചിട്ടാണ് അപെക്സ് ടോക്കൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെപ്പോലുള്ള വളരെ സാധാരണക്കാർക്കായി ഉള്ള ആളുകൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഒരുക്കുന്നു എന്നുള്ളതാണ്, മറ്റാളുകളിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് എത്തിക്കാൻ. അവിടെ കമ്പനി നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് കോയിൻ വാങ്ങിച്ച് സൂക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നമുക്കറിയാം കൂടുതൽ ആളുകൾ ഒരു കോയിൻ ബൈ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഡിമാൻഡ് കൂടുകയും അതിന്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിന്റെ റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഒരു കോയിൻസ് വാങ്ങി സ്റ്റേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 1 ഇയറിലുപരി 365 വർക്കിംഗ് ഡേയ്സ് സ്റ്റേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തരുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പനി കോയിൻ സ്റ്റേക്ക് ചെയ്യാൻ നമുക്ക് 50 USDT തൊട്ട് 10,000 USDT വരെ നമുക്ക് കോയിൻ വാങ്ങിച്ച് സൂക്ഷിക്കാൻ പറ്റും. 50 USDT എന്ന് പറയുമ്പോൾ പല ആളുകളെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു USDTയുടെ വാല്യൂ 90 രൂപയാണെങ്കിൽ 90 രൂപയാണ് നമ്മളെ കമ്പനിയിൽ ഇന്നായിട്ടും നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴും വരുന്നത്. അങ്ങനെയെങ്കിൽ 4,500 രൂപ മുടക്കി ഒരു 50 USDT കൊടുത്ത് നമ്മളെ കോയിൻ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളെ കോയിന് റേറ്റ് വരുന്നത് $0.1 ആണ്. എന്ന് പറഞ്ഞാൽ $50 നമ്മൾ മുടക്കുന്ന സമയത്ത് 500 അപെക്സ് ടോക്കൺ നമുക്ക് ലഭിക്കുന്നു. ഇനി $10,000 ആണ് മുടക്കുന്നതെങ്കിൽ
നമുക്ക് 1,00,000 അപെക്സ് ടോക്കൺ നമുക്ക് ലഭിക്കുന്നു. കാരണം $0.1 നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ. പക്ഷെ നിലവിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1415 റേറ്റിലാണ് ഇന്ന് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ലിസ്റ്റ് ചെയ്ത വാല്യൂവിനാണ് നമുക്ക് കോയിൻ കമ്പനി റിലീസ് ചെയ്ത് തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, $50 നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ കമ്പനി പറയുന്നത് ഡെയിലി 1% to 3% നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് 1.2, 1.4 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് 1% റിട്ടേൺ എന്ന് പറഞ്ഞാൽ $50 പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് $0.5 നമുക്ക് ഡെയിലി വരുന്നു. അതിന്റെ 1% എന്ന് പറഞ്ഞാൽ 4,500 രൂപയ്ക്ക് കോയിൻ വാങ്ങിച്ച ഒരു വ്യക്തിക്ക് ഡെയിലി 45 രൂപയുടെ USDT തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ 45 രൂപ തിരിച്ചു കിട്ടുന്നു. ഇത് ഈ 4,500 രൂപ എന്നത് നമ്മൾ പറയുകയാണെങ്കിൽ $1,000 നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ $1,000 എന്ന് പറഞ്ഞാൽ 1000 × 90, 90,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാൽ, നിയർലി 1 lakh rupees നമ്മൾ വാങ്ങിച്ചാൽ, അതായത് 90,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഡെയിലി $10 എന്ന് പറഞ്ഞാൽ 900 രൂപ നമുക്ക് റിട്ടേൺ കിട്ടുന്നു. ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 1,00,000 രൂപയ്ക്ക് നമ്മൾ കോയിൻ വാങ്ങിച്ചാൽ നമുക്ക് ഡെയിലി 1000 രൂപ റിട്ടേൺ കിട്ടുന്നു. ഇത് മാസം നമുക്ക് 20-22 ദിവസം വർക്കിംഗ് ഡേയ്സ് നമുക്ക് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് കോയിൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് മന്ത്ലി ഒരു 20-22,000 രൂപ നമ്മൾ ഒന്നും ചെയ്യാതെ കമ്പനി ട്രേഡ് ചെയ്തുകൊണ്ട്, നമ്മൾ എത്ര രൂപയുടെ കോയിൻ വാങ്ങിക്കുന്ന ആ ഒരു എമൗണ്ട് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം തരുന്നു എന്നുള്ളതാണ്. ഇതാണ് സ്റ്റേക്കിംഗ് പ്രോഗ്രാം. ഇത് ഞാൻ പറഞ്ഞു, വെറും 4,500 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 9 ലക്ഷം രൂപ വരെ, 10,000 USDT വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അതിന്റെ നെക്സ്റ്റ് നമുക്ക് തരുന്നത്, നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര രൂപയ്ക്കാണോ കോയിൻ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ 1% നമുക്ക് തരുന്നു. ഇനി 365 ദിവസം കഴിഞ്ഞാൽ ഒരു പക്ഷെ $50 ചെയ്ത ആൾക്ക് 500 അപെക്സ് ടോക്കൺ കിട്ടുന്നു. ഇന്ന് അതിന്റെ വാല്യൂ 0.1 ആണ്. ആ സമയത്ത് $50 ആണെങ്കിൽ ഒരു പക്ഷെ അത് 0.1 എന്നുള്ളത് $1 മാറിക്കഴിഞ്ഞാൽ നമുക്ക് $500 നമ്മുടെ ക്യാപിറ്റൽ മാറും എന്നുള്ളതാണ്. ഇനി അതൊരു $10 മാറിക്കഴിഞ്ഞാൽ $5,000, അതായത് 4.5 ലക്ഷം രൂപയിലേക്ക് നമ്മുടെ വാല്യൂ, അതായത് വെറും 4,500 രൂപ മുടക്കിയ ഒരു വ്യക്തിക്ക് 4.5 ലക്ഷം രൂപയുടെ റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. ഇത് ഇന്ന് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രോജക്ട്സ് അല്ല. നമുക്കറിയാം ഒരുപാട് ക്രിപ്റ്റോയിൽ പല മേഖലയിൽ പല കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കും ഇതിലേറെ റിട്ടേൺസ്, ഒരുപാട് റിട്ടേൺസ് കിട്ടിയ ആളുകളുണ്ട്. അപ്പൊ ഇത് ഒരു പുതിയ ഇതായിട്ട് ഇത്രയും വലിയ ഗ്രോത്ത് ഉണ്ടാവും എന്ന് നമുക്ക് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നമുക്ക് മുമ്പിൽ ഒരുപാട് തെളിവുകൾ ഇന്നുണ്ട്. എത്രയേറെ വർധനവുണ്ട്. ഞാൻ പറഞ്ഞു 27 പൈസ മാത്രമുള്ള കോയിൻ വരെ ഇന്ന് 65 ലക്ഷം അല്ല 62 ലക്ഷം രൂപയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അത് മാത്രമല്ല, ഒരു പക്ഷേ നമ്മളെ സുഹൃത്തുക്കൾക്കോ നമ്മളെ റിലേറ്റീവ്സിനൊക്കെ ഒരു പക്ഷേ ഈ ഒരു പ്രോജക്റ്റുകളിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. കാരണം നമുക്കറിയാം, നമുക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മളൊരു സുഹൃത്ത് നമ്മളിലൂടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നു കുറച്ച് കോയിൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കുന്ന എമൗണ്ടിന്റെ 10% കമ്പനി നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നു. അത് ഡയറക്റ്റ് റെഫറൽ ആണ്. ഒരു പക്ഷെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു 1 lakh rupees കോയിൻ വാങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ 10% 10,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് USDT ആയിട്ട് കയറുന്നു. അത് ഡയറക്റ്റ് നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനിയിൽ അവൈലബിൾ ആണ്. ഇനി അത് നമുക്ക് ഒരു വ്യക്തിയിൽ നിന്നല്ല, ഒരു 10 പേരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഓരോ ആളുകൾ ചെയ്യുന്നതിന്റെയും 10% നമുക്ക് റിട്ടേൺ കിട്ടുന്നു. ഇത് മാത്രമല്ല, നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നത് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമുക്ക് കമ്പനി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ലെഫ്റ്റ് ചാനലിൽ ഒരു പക്ഷെ നമ്മളൊരു സുഹൃത്ത് ജോയിൻ ചെയ്തു, റൈറ്റ് ചാനലിൽ നമ്മളൊരു റിലേറ്റീവ് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ലെഫ്റ്റും റൈറ്റും ഇതേപോലെ പോയിന്റ് മാച്ച് ചെയ്യുമ്പോൾ, അല്ലെ ഡോളർ മാച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ചിലപ്പോൾ നമ്മളെ രണ്ടുപേരും നമ്മളെ ഡയറക്റ്റ് റെഫറൽ ആണെങ്കിൽ ഓൾറെഡി 10% ഓരോ ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതേ സമയത്ത് മാച്ച് ചെയ്തതിനും നമുക്കൊരു 10% നമുക്ക് കമ്പനി റിട്ടേൺ തരുന്നു. ഒരു പക്ഷെ അത് വലിയൊരു ടീമായിട്ട് മാറാം. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ലെഫ്റ്റ് ചാനൽ ഒരു 10 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം ആയി, റൈറ്റ് ചാനൽ ഒരു 10 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീമായി. ഇതിൽ ആര് ഒരു $50 ബിസിനസ് ചെയ്താലും സെയിം നമുക്ക് മാച്ച് ചെയ്തിട്ട് അതിന്റെ 10% നമുക്ക് തരുന്നു. ഇനി ഒരു പക്ഷെ 100 പോയിന്റ് ബിസിനസ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ അതിന്റെ 10% നമ്മളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ആവുന്നു. അതായത് വലിയൊരു അവസരം കൂടി കമ്പനി നമുക്ക് മുമ്പിലേക്ക് ഉണ്ട്. അതായത് നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും
എല്ലാവർക്കും സക്സസ് ആവാനുള്ള ഒരു വേയും കമ്പനി നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കൂടുന്തോറും നമ്മളെ ഇൻകം വലിയ രീതിയിലേക്ക് മാറാനും കാരണമാവുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ബൈനറി ഇൻകം കൂടി ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു പക്ഷെ മുമ്പ് ഇതുപോലുള്ള ഏതെങ്കിലും കൺസെപ്റ്റ് കേട്ട ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളോട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം ഒരു മീറ്റിംഗ് ആകുമ്പോൾ വളരെ പരിമിതമായ സമയങ്ങളിൽ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക ലീഡേഴ്സുമായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓൺ എക്സ്ചേഞ്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപെക്സ് EX എന്നുള്ള നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എല്ലാ പ്രോജക്റ്റുകളും കമ്പനി റൺ ചെയ്യാൻ പോകുന്നത്. ഈ എക്സ്ചേഞ്ചിലെ യൂട്ടിലിറ്റി ടോക്കണായി വരുന്ന സമയത്ത് ഈ എക്സ്ചേഞ്ചിൽ എന്ത് ട്രാൻസ്ഫർ നടക്കണമെങ്കിലും അപെക്സ് ടോക്കണിന്റെ ആവശ്യമുണ്ടാവും. ബിനാൻസിൽ BNB എങ്ങനെയാണോ അതേപോലെ അപെക്സ് എക്സ്ചേഞ്ചിൽ അപെക്സ് ടോക്കൺ എന്നുള്ളത് വരാൻ പോകുന്നു. വലിയ ഒരു ഗ്രോത്തിലേക്ക് ഈ ഒരു കോയിൻ മാറാൻ ഈ ഒരു എക്സ്ചേഞ്ചും അതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകളും കാരണമാവും എന്നുള്ളതാണ്. ഇനി ഈ ഒരു പ്രോജക്റ്റ് ഇതിൽ മാത്രമല്ല, നെക്സ്റ്റ് ഇത് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ഇപ്പൊ 2 എക്സ്ചേഞ്ച് നമ്മൾ ഓൺ എക്സ്ചേഞ്ച് കൂട്ടിയ 3 എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അടുത്തതായിട്ട് ബിറ്റ്മാർട്ട് എന്നുള്ള എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. ഈ വരുന്ന മാസം തന്നെ അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡേറ്റോട് കൂടി 9-ാം തീയതിയോടുകൂടി ബിറ്റ്മാർട്ടിൽ ഇത് അനൗൺസ് ചെയ്യാൻ പോകുന്നു. ബിറ്റ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമേരിക്കയിൽ തന്നെ ഏറ്റവും നമ്പർ 1 പിന്നെ എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് ബിറ്റ്മാർട്ട്. ആ ബിറ്റ്മാർട്ടിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി വലിയ പോപ്പുലാരിറ്റിയിലേക്ക് നമ്മൾ ഈ ഒരു കോയിൻ മാറാൻ പോകുന്നു. അത് നമുക്ക് റീസെന്റ് വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. അതുപോലെ തന്നെ മറ്റ് എക്സ്ചേഞ്ചുകളിലും വളരെ പെട്ടെന്ന് തന്നെ വരാൻ പോകുന്ന ഒരു കമ്പനിയാണ്. ഇനി ഇത് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം. 2013 കാലഘട്ടത്തിലൊക്കെ ബിറ്റ് കോയിൻ എന്നുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കോയിൻ ആണ്. ഇത് ഗ്രോത്ത് കാണിക്കുന്നൊക്കെ പല ആളുകൾക്ക് അറിയാമായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ ആ ഒരു അവസരം മിസ് ചെയ്തു. 2014 ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. 2014 ഡോജ് കോയിൻ ഒരു പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. 2015 XRP അല്ലെങ്കിൽ 2016 എതേറിയം ഇതൊക്കെ വലിയ ഗ്രോത്തിലേക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ 1-2 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ പോലും കോടികൾ ഏൺ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 2017 കാർഡാനോ അതുപോലെ തന്നെ BNB ചെയിൻ ലിങ്ക് എക്സ് ഷിബ് ഇങ്ങനെ ഒരുപാട് കോയിൻസ് കഴിഞ്ഞു പോയി. പക്ഷെ ഇതിലൊന്നും നമുക്ക് വലിയൊരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ വെയിറ്റ് ചെയ്തുള്ള ഒരു പ്രോജക്റ്റ് ആണ് 2024 അപെക്സ് ടോക്കൺ എന്നുള്ള ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി. നമുക്കറിയാം ട്രസ്റ്റ് വാലറ്റ് പോലുള്ള മെറ്റാമാസ്ക് പോലെ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഇതിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇന്ന് അതിന്റെ പ്രൈസ് 0.1 ആണ്. പക്ഷെ കമ്പനി ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് 2025 കൂടി $5 എത്തും എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഈ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വെറും $5 എത്തിക്കഴിഞ്ഞാൽ ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് കോയിൻ വാങ്ങിച്ച ഒരാൾ, അതായത് $0.1 വാങ്ങിക്കുന്ന ഒരാൾ, അത് $1 എത്തുമ്പോൾ അയാളുടെ കയ്യിൽ 10 ലക്ഷം രൂപ അന്ന് കോയിൻ സെല് ചെയ്യാൻ പറ്റും. ഇനി അത് $5 എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉള്ളെങ്കിൽ പോലും നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞത് 50 ലക്ഷം രൂപ. വേറെ ഒരു മേഖലയിലും നിങ്ങൾക്ക് ഇതുപോലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഫുള്ളി ഫോറക്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് ഇതൊക്കെ നമുക്കറിയാം. USDT പെയർ ആയിട്ടുള്ള എല്ലാ ട്രേഡിങ്ങും നമ്മൾ മനസ്സിലാക്കുക USDT എന്നുള്ളത് ഒരു ക്രിപ്റ്റോ ആണ്. ഇത് നമ്മൾ കാണുന്ന ഫോറക്സ് ട്രേഡിംഗ് ആണെങ്കിലും ക്രിപ്റ്റോ മേഖലയാണെങ്കിലും ഒക്കെ USDT ഇൻവോൾവ് ചെയ്യാത്ത ഒരു ട്രേഡിങ്ങും ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ലോകം അത്രയേറെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഒരു കോഴ്സ് ആയിട്ട് ട്രേഡിംഗ് ക്രിപ്റ്റോ ട്രേഡിംഗ് ഒക്കെ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്തെങ്കിലും നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. വലിയൊരു രീതിയിലേക്ക് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് ഇതിന്റെ അവസാനമായിട്ട് നമുക്ക് നാസർ സാറിനെ നമുക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഈ ബിസിനസ് നമുക്ക് വളരെ നല്ല രീതിയിലും ഏത് സമയത്താണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നാസർ സാർ, അദ്ദേഹത്തിന്
സുഖമില്ലാതിരിക്കുന്ന സമയമാണ്. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മീറ്റിംഗിൽ വരണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹം ജസ്റ്റ് ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നാസർ സാർ, നാസർ സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നാസർ സാർ കേൾക്കാവോ? അരുൺ കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് സുഖമില്ല, ശബ്ദം പോയി കിടക്കും, പനി കാരണം. അതായത് ആദ്യം പറയാറുള്ളത്. എന്നിരുന്നാലോ നമ്മുടെ പ്രോഗ്രാം സാറിന് വളരെ നന്നായി ഉഷാറായിട്ട് സാർ ഈ പ്ലാൻ പ്രസന്റ് ചെയ്തു, എല്ലാവർക്കും മനസ്സിലാക്കി, ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് 9-ാം തീയതി നമുക്ക് നടക്കാൻ പോകുന്ന പ്രോഗ്രാം, അതായത് 9-ാം തീയതി ഇപ്പൊ ഞങ്ങൾ ഒരുപാട് പേര്, അതായത് 300 ചില്ലാനം ആളുകളുണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിന്. അത് മാത്രം പറഞ്ഞു നിർത്തുന്നു. അപ്പൊ 300 ചില്ലാനം ആളുകൾ പ്രോഗ്രാമിന് നമ്മൾ വന്നിട്ട് വരുന്നുണ്ട്. പറക്കാട്ട് റിസോർട്ടില് 9-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി 2:30 ആകുമ്പോൾ എത്തണം. നമുക്ക് 2-3 മണിക്കൂർ നമുക്ക് എന്തുണ്ട്, ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്കൊരു 5:30 മണിക്ക് കറക്റ്റ് ഹോളിലേക്ക് എല്ലാവരും 3.5 മണിക്കൂർ നമുക്ക് ഇത് കാര്യം വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും നമ്മുടെ കമ്പനിയുടെ കാര്യം. കുറെ എക്സൈറ്റ്മെന്റ് കൊണ്ട് കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് കൂടാതെ പിന്നെ കാര്യം ഒരുപാട്, കാരണം ഒരു റിസോർട്ട് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് കൂടാതെ ഒരുപാട് വേറെ കുറെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമുക്ക് അവർക്ക് കുറെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് നിൽക്കാം. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് എല്ലാവരും ചെയ്യണം ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് 8-9 മണിക്ക് 2ാമത് ഹോളിലേക്ക് വരണം. അപ്പൊ നമ്മൾ ഈ അപ്പെക്സിന് ഒരു പുതിയൊരു സിസ്റ്റം വരാൻ പോവുക. അപ്പൊ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, പിന്നെ നമുക്ക് പ്ലാൻ എല്ലാവർക്കും അറിയാം. എന്നാലും ഈ കമ്പനിക്ക് ഒരു പുതിയ സംഭവം വരാൻ പോകുന്നുണ്ട്. നമുക്ക് പരിചയപ്പെടുത്തുന്ന 2-2.5 മണിക്കൂറൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ CEO സാറുണ്ടാവും. കാരണം ഈ കമ്പനിക്ക് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ലോഞ്ചിങ് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ഓഫറിന്റെ പ്രോഡക്റ്റ്, അതായത് ഓഫറിന് കിട്ടിയ സാധനങ്ങളൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ടാവും. അതുകൂടാതെ നമുക്കൊരു കാർ അച്ചീവ്, ഒരു 10ഓളം പേര് കാർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഫണ്ട് പൈസ കൊടുക്കുന്നുണ്ടാവും. കാരണം ഇപ്പൊ ഒരു കാർ $20,000-$27,000 പാക്കേജ് വെച്ച് വരുന്നവർക്ക് ഡൗൺ പേയ്മെന്റ് അടിക്കുന്ന എമൗണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 10% കാറിന് റെഫർ ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ഫണ്ട് അവിടെ വെച്ചൊന്ന് കൊടുക്കുന്നുണ്ടാവും. പിന്നെ അപ്പൊ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പ്രയാസമൊന്നും വലിയ. അതുകൊണ്ടാണ് എന്നിരുന്നാലും ഗ്രൂപ്പുകളുടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ നിർത്തുന്നു. എനിക്ക് നമുക്ക് ശരീരത്തിന് വയ്യാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും പിന്നെ കറക്റ്റ് പറഞ്ഞ് മനസ്സിലായി ഗ്രൂപ്പിലേക്ക് എല്ലാ ഇൻഫർമേഷൻ. സാറിന് സുഖമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വോയിസ് ഒട്ടും ക്ലിയർ ആയിരുന്നില്ല. അവിടെ റേഞ്ചിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പറക്കാട്ടിലെ പ്രോഗ്രാമിന് സാർ ഇപ്പോൾ പറഞ്ഞു 300-ൽ പരം ആളുകളാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഇനി അടുത്ത കമ്പനിയുടെ അടുത്ത നെക്സ്റ്റ് പ്ലാനിങ് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഒത്തുകൂടുന്നത്. അപ്പം ഇനിയും ആ അച്ചീവ്മെന്റ് എത്തിയിട്ടില്ലാത്ത ആരെങ്കിലും, ഇപ്പൊ ഇന്ന് ഫസ്റ്റിൽ ജോയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഒരു $1000 റെഫർ ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം എന്നിരുന്നാലും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ വ്യക്തിപരമായും അല്ലാതെ കമ്പനിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു.